ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. ഇന്ന് നമ്മളൊരു കളക്റ്റീവ് റീഡിംഗ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസം എങ്ങനെയിരിക്കുന്നതാണ് നോക്കുന്നത്. ഇവിടെ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. 3 ക്ഷേത്രങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഗുരുവായൂരമ്പലം, സെക്കൻഡ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, തേർഡ് മൂകാംബിക ക്ഷേത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറിനോടാണ് അല്ലെങ്കിൽ ഏത് ഫോട്ടോയോടാണ് താല്പര്യം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഒന്നിൽ കൂടുതൽ താല്പര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം റീഡിംഗ് കേൾക്കാം. ഓക്കെ, പ്രത്യേകം ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. പേഴ്സണൽ ടാരോ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് മെസ്സേജായിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ഇന്നർ അവേക്കണിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു 30 days വാട്സപ്പ് ചലഞ്ച് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പാണ്. 177 രൂപയാണ് കേട്ടോ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിലെ ഇൻസെക്യൂരിറ്റീസ്, പ്രശ്നങ്ങൾ, സമാധാനക്കുറവ് ഒക്കെ ഒഴിവാക്കി നമ്മളെ സ്നേഹിച്ചു തുടങ്ങി നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു പ്രോഗ്രാമാണ്. സോ ഒരു മാസത്തെയാണിത്. 177 രൂപയാണ് ഫീ വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും, കമൻറ്റും, ലൈക്കും, ഷെയറും ഒക്കെ എനിക്ക് മോട്ടിവേഷനാണ്. സോ സപ്പോർട്ട് ചെയ്യോട്ടെ മാക്സിമം. താങ്ക് യു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ നോക്കാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ മന്ത് ആണ് ഈ ഒരു വരുന്ന ഓഗസ്റ്റ്. ഓക്കെ, ഈ മാസം നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ആൾക്കാർ ഓഗസ്റ്റ് മിഡിലോടുകൂടി ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരുന്ന ചില സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. ചില ആൾക്കാർ ഇത് ജോലിയുടെ കാര്യത്തിലായിരിക്കാം, ഫാമിലിയുടെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഈ മാസം ഓഗസ്റ്റ് മാസം മിഡിലോടുകൂടി എടുക്കാൻ പോവാന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. ഓക്കെ, ചില ആൾക്കാരത് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ട കാര്യം പാസ്റ്റിനോട് നിങ്ങൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. പാസ്റ്റ് നിങ്ങൾ പിറകിൽ ഉപേക്ഷിക്കുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ചില ആൾക്കാർ പലപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഉപദേശം അല്ലെങ്കിൽ ഇമോഷണലി വേറെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഈ വരുന്ന മാസം ഓഗസ്റ്റ് മാസം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻറ്റ്യൂഷനിൽ എന്ത് തോന്നുന്നോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു സൂചനയാണ് കിട്ടുന്നത്. സോ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഓൾവേസ്. ചിലർക്ക് യൂണിവേഴ്സായിട്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടാവണം. പക്ഷേ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചില അഡിക്ഷൻ്റെ പുറകെ ആ ഒരു സത്യമായിട്ടത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ വരുന്ന മാസം ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാണ്. സത്യമായിട്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സിറ്റുവേഷനാണത്. ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം, പക്ഷേ ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ അത്യാവശ്യമാണ്. ഈ ഒരു മാസം ഓഗസ്റ്റ് മാസം കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. വേദനാജനകമാണെങ്കിലും അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ, ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇത് ഹീലിങ്ങിൻ്റെ ഭാഗമാണ്, അംഗീകരിക്കുക. ഓക്കെ, ശരിക്കും ഒരു റിയൽ പവർ ഉള്ളിലുള്ള ഒരു ഇന്നർ ഫയർ, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. വളരെ ധൈര്യത്തോടു കൂടി ചില തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പോവാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെടുക്കുന്ന തീരുമാനം അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ചില ആൾക്കാർക്ക് വളരെ ഫിനാൻഷ്യലി ചില ഹെൽപ്പുകൾ, കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചില റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ വന്ന് കണക്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾ വളരെ നാളായിട്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, അപ്പം അത് ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളൊരു സ്റ്റേബിൾ ആവുന്ന സിറ്റുവേഷൻ, അതിനുള്ളൊരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ, സംതിങ് എന്തും ആവാം. അപ്പോൾ ദേവദൂതനെ പോലെ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ സേവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ
അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ ഭഗവാനിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതെ പോകില്ല. അത് അത് തെളിയിക്കുന്നൊരു മാസമാണ് ഈ ഒരു ഓഗസ്റ്റ് മന്ത് ലാസ്റ്റോട് കൂടി നിങ്ങൾക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. നിങ്ങൾ എന്തിനാണ് ഇത്രയും സ്ട്രഗിൾ ലൈഫിൽ അനുഭവിച്ചത്. ഓക്കെ, ചില ആൾക്കാർ വിദേശത്തേക്ക് പോകാനുള്ള ചില ചാൻസസ് ഓക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം വിദേശത്ത് പോവുക, അവിടെ ജോലിയെടുക്കുക എന്നുള്ളത്. ചില ആൾക്കാർക്ക് അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളതിൻ്റെ സൂചനകൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ ട്രസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നിങ്ങളുടെ നിയോഗം, ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അബൻഡൻസ്, ഐശ്വര്യം ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ചില ആൾക്കാർക്ക് ഇത് നാട് വിട്ടു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, ടെമ്പററി ഫീലിംഗ് ആണ്. ഓക്കെ, വളരെ നാളുകളായിട്ട് കല്യാണം അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ കല്യാണം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു യോഗമാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സിറ്റുവേഷൻ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് മാരേജ് ചെയ്യാനുള്ളൊരു യോഗം. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാവർക്കും അല്ല കേട്ടോ, ചില എനർജീസ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, കാരണം ഒരുപാട് പ്രോസ്പെരിറ്റി, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നിങ്ങൾ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മാസം, ഓഗസ്റ്റ് മാസം, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിലൊരു ഡിസിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള ചില ഡിസിഷൻസ്, നിർണായകമായ ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ മറ്റുള്ളവരുടെ ഒപ്പീനിയന് വേണ്ടി കാത്തു നിൽക്കാതെ, അവരുടെ അഭിപ്രായം ആരായാതെ നിങ്ങൾ സ്വയം ചില ഡിസിഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ. ഓക്കെ, ഈ മെസ്സേജ് കേൾക്കുന്നവരിൽ ചിലർ നിങ്ങൾ വർഷങ്ങളായിട്ട് ചില മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ഇപ്പോൾ തേടേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ബോൾഡായിട്ട് ചില ആക്ഷൻസ് എടുക്കേണ്ട സമയമാണ് നിങ്ങളുടെ ലൈഫ്. അപ്പോൾ ഈ ഒരു മാസം, ഓഗസ്റ്റ് മാസം, കംപ്ലീറ്റ്ലി ഹീലിംഗ്, ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ്. സോ നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ തീരുമാനമെടുത്തേ പറ്റൂ. ഓക്കെ, ഈ പൈൽ സെലക്ട് ചെയ്താൽ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ഇൻറ്റ്യൂഷൻസ് മെസ്സേജായിട്ടും സ്വപ്നമായിട്ടൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ചില തീരുമാനങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം, പക്ഷേ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വരാൻ പോകുന്ന ചില നല്ല കാര്യങ്ങളും നിങ്ങൾ സ്വപ്നത്തിൽ കൂടി കാണുന്നുണ്ടാവാം. അപ്പോൾ നല്ലൊരു മാസമാണ് വരുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ, ഹീലിംഗ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ധൈര്യത്തോടു കൂടി ബോൾഡായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഓക്കെ, സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം, നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ദൈവികമായിട്ടുള്ള പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒരു രൂപയ്ക്ക് പോലും വകയില്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ പോലും, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ അളവിലായിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു തുക അല്ലെങ്കിൽ ആവശ്യമുള്ള സഹായം നിങ്ങളെ തേടി വന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു സെക്കൻഡ് പൈലിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ദൈവികമായിട്ടുള്ളൊരു പ്രസൻസ് എപ്പോഴും ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കത് പ്രത്യേകം മനസ്സിലാവുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തി, അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ഫീൽ. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട്, സഹായം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വെളിപ്പെടുന്നൊരു സമയമാണ്. കൂടുതൽ മനസ്സിലാവുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളെ ചതിച്ച ചില ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയ ആൾക്കാർ, ഉപേക്ഷിച്ച് പോയ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ് ഓഗസ്റ്റ് മാസം. കുറച്ച് ബുദ്ധിമുട്ടും ടഫും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുമായിട്ടുള്ളൊരു സാഹചര്യമാണ്. നിർണായകമായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതാണ്, ഫസ്റ്റ് പൈലിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങളെ വീണ്ടും ചതിയിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഒരു പാഠം പഠിച്ചിട്ട് തന്നെയാണോ അതിൽ നിൽക്കുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കാം, ചിന്തിക്കാം. കാരണം
വീണ്ടും നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കരുത്. നിങ്ങൾ നിങ്ങളോട് സത്യസന്ധത കാണിക്കാനാണ് ഒരു മെസ്സേജ് കിട്ടുന്നത്. അഥവാ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആൾക്കാരായിരിക്കാം, സ്നേഹം കൊണ്ട് നിങ്ങളെ ചതിച്ചിട്ട് പോയ ആൾക്കാരായിരിക്കാം. ഓക്കെ, അത് ഹസ്ബൻഡ്, പാർട്ട്ണർ, ലവർ, സംതിങ് എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം അത്തരം ആൾക്കാരോട് ഇടപഴകാൻ ശ്രമിക്കുക. ചില ആൾക്കാർക്ക് അവരുടെ കർമ്മഫലം തിരിച്ചു കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ഓക്കെ, നിങ്ങൾ കുറേ നാളുകളായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചില ആൾക്കാരുടെ മിസ്റ്റേക്ക്, അത് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം മിസ്റ്റേക്കുകളായിരിക്കാം. നിങ്ങൾ പഴയ അവസ്ഥയിൽ നിങ്ങൾ പഠിക്കാതെ പോയ ചില പാഠങ്ങൾ വീണ്ടും നിങ്ങളെ ഈ മാസം പഠിപ്പിക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പം സ്വന്തം ഇൻറ്റ്യൂഷൻ എങ്ങനെ പറയുന്നു അതുപോലെ എടുക്കാൻ ശ്രമിക്കാം. ഒരു ക്ലെൻസിങ് എനർജിയാണ് നിങ്ങൾക്ക് ഇനി ഓഗസ്റ്റ് മാസം വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതിനെ ധൈര്യത്തോടു കൂടി നേരിടാൻ ശ്രമിക്കുക. നിങ്ങളോട് ഫൊഗീവ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന തന്ന ആൾക്കാരുടെ അടുത്ത് ഫൊഗീവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് പാർട്ട്ണർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ല, പാരൻസ് വഴിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെങ്കിൽ പാരൻസിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ പാരൻസിൻ്റെ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഒക്കെ സമ്മാനിച്ച പാരൻസ് ആണെങ്കിൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, ഫൊഗീവ് ചെയ്ത് കൊടുക്കണം. പക്ഷേ വീണ്ടും നിങ്ങളവർ പഴയതേ അവസ്ഥയിൽ കൊണ്ടിടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മേലൊരു ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ വീണ്ടും വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ലൈഫ് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ കൂടി കടന്നു പോകും. പക്ഷേ നിങ്ങൾ കംഫർട്ട് സോൺ, ചിലപ്പോൾ നിങ്ങൾക്ക് പഴയ ചില സിറ്റുവേഷൻസ് കംഫർട്ട് സോണായിട്ട് തോന്നിയേക്കാം. പക്ഷേ ചില കാര്യങ്ങൾ നിർണായകമായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾ ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, കാരണം എനിക്കൊരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ളൊരു മെസ്സേജ് കൂടി എനിക്ക് പറയണമെന്ന് തോന്നുന്നു. ഓക്കെ, ചിലർ പാസ്റ്റ് ഹേർട്ട്, പഴയ ആ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് നഷ്ടം വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ്, എന്തോ ആയിക്കോട്ടെ, സാഹചര്യം എന്തോ ആയിക്കോട്ടെ, പഴയ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളിപ്പോഴും പലതിനും ഒളിച്ചോടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ എല്ലാത്തിനെയും ധൈര്യത്തോടെ നേരിടേണ്ട ഒരു സിറ്റുവേഷനാണ്. ഒളിച്ചിരിക്കുന്നത് കൊണ്ട് യാതൊന്നിനും പരിഹാരമല്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണ്. ചില ബൗണ്ടറി കൃത്യമായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അവയർനെസ് അത്യാവശ്യമാണ് എല്ലാ കാര്യത്തിലും. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ധൈര്യത്തോടു കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡിവൈൻ പവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊരു മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ആലോചിക്കുക, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏത് ഫ്രൂട്ടാണ് വേണ്ടത്. ഓക്കെ, ഏത് ഫ്രൂട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ വിത്ത് നിങ്ങൾ പാകാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൻ്റെ വിത്ത് പാകേണ്ട സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് മന്ത്. ഓക്കെ, കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ വിത്ത് പാകാൻ ശ്രമിക്കുക. അതിന് വേണ്ട വെള്ളം, വളം, കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പലരും ഒരു ഡേഞ്ചറസ് സോണിൽ കൂടി കടന്നു പോകുന്ന ഒരു ടൈമാണ്. പക്ഷേ ഓഗസ്റ്റ് മിഡിലോടുകൂടി നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം, നിങ്ങൾക്ക് ആവശ്യം ക്ഷമയാണ്. ഈ ഓഗസ്റ്റ് മാസം നിങ്ങളെ ക്ഷമ എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കും. ഓക്കെ, ഒരുപാട് നല്ല കാര്യങ്ങൾ വരാനിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എടുത്ത് ചാടി ഒന്നിലേക്കും പോവാതിരിക്കുക. എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു സന്ദേശം. ചില നല്ല കാലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും. ആ ഒരു ഫ്രൂട്ട് പഴുത്ത് പാകാവാൻ അതിൻ്റെതായിട്ടുള്ള സമയം വേണം. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ പോകുന്ന ആ ഒരു പാത്ത് കറക്റ്റാണ്, പക്ഷേ സമയം എടുക്കുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുക കേട്ടോ. നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂഷനുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ, നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ടാവും. ചില ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ ഉള്ളൊരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് എന്തിൻ്റെ കാര്യത്തിലായാലും ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. സോ ആ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ ചിലർക്ക് എടുത്ത് ചാടി ചില ആക്ഷൻസ് എടുക്കണം തോന്നുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ സ്വയം അവനവൻ്റെ മനസ്സിനോട് ചോദിച്ചിട്ടൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. ഈ കാർഡ്, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾ ചിലർ വളരെയധികം ദേഷ്യമുള്ള ആൾക്കാരായിരിക്കണം. ഓക്കെ,
ഇപ്പോൾ നിങ്ങളെ ദേഷ്യം നിങ്ങൾ എടുത്ത് ചാടി ചില കാര്യങ്ങൾ വാക്കുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മന്ത് അതൊരു ചെറിയൊരു വാർണിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ എടുത്ത് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് സൂക്ഷിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അവനവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് വാക്കുകൾ ഒന്ന് വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യാനുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഐ മീൻ വേണ്ടാത്തടത്ത് അനാവശ്യമായിട്ട് സംസാരിച്ച് അവനവൻ്റെ എനർജി വേസ്റ്റ് ചെയ്യരുത് എന്നൊരു മെസ്സേജും കൂടിയുണ്ട്. പിന്നെ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയറായിട്ട് പറയുക. അത് ചില ആൾക്കാർ നമ്മൾ എന്ത് വിചാരിക്കും എന്ന് കരുതി ചിലപ്പോൾ നമ്മൾ ചില സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അവരെ സഫർ ചെയ്തിട്ട് ജീവിക്കുന്നുണ്ടാവാം. സോ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം. ഈ ഒരു മാസം നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം നൽകുന്നൊരു മാസമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് അലൈനായിട്ട് പോകാൻ സാധിക്കുള്ളൂ. എനിക്കിത് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഏരിയ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കണം. നിങ്ങൾ വേറെ ജോലി കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ സിറ്റുവേഷൻസ് ഇല്ല എന്ന് കരുതി സ്ട്രഗിൾഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പാഷൻ, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കഴിവുകളും മറഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്ട്രഗ്ലിങ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഉള്ള ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ വല്ലാത്ത രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരുടെ കൂടെ കോവർക്കേഴ്സിൻ്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്ത് ലീവ് എടുത്തൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു അതിനനുസരിച്ച് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സക്സസ്സിലോട്ട് വരും. കാരണം അവനവൻ്റെ ഒരു പാഷൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. അങ്ങനെ വിജയം ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു മാസമാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം. സോ എല്ലാവരുടെയും ലൈഫിൽ ഒരു നിർണായകമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന മാസം തന്നെയാണ് ഓഗസ്റ്റ് എന്നാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് നാളുകളായിട്ട് ഐസൊലേറ്റഡ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ഒരു സൊസൈറ്റിയോട് ഭയമുള്ള അങ്ങനത്തെ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അത്തരത്തിലുള്ള മാസം. ഓക്കെ, നിങ്ങൾ ആ ഒരു കെട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങുന്ന ഒരു മാസമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സോ പുറത്തിറങ്ങുക. ഓക്കെ, പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ നല്ല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക, നല്ല ഫ്രണ്ട്സുമായിട്ട്, നല്ല നിങ്ങളുടെ ആ ഒരു വൈബുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, മാച്ച് ചെയ്യുന്ന വൈബായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക. അത്തരം ആൾക്കാരെ തേടി പോകേണ്ടെന്ന് ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി വന്ന് കണക്ട് ചെയ്യും എന്നൊരു ഫീലാണ് വരുന്നത്. ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, പിന്നെ ഫീൽ ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ കുറേ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു മാസമാണ് വരുന്ന ഓഗസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചിലരുടെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവണം. പിന്നെ കൂടുതൽ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, സാഹചര്യം ഒക്കെ വരുന്നുണ്ട്. കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ എൻജോയ് ചെയ്യുക മാക്സിമം. നിങ്ങളെ പഴയ ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതൊക്കെ മറക്കേണ്ട ഒരു സിറ്റുവേഷനാണ്, മറക്കാൻ പറ്റുന്നൊരു മാസമാണ്. അതിന് ദയവായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നൊരു മാസമാണ്. ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നൊരു മാസമാണ്. സോ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ.